ഇന്ന് നമ്മളോടൊപ്പം ശ്രീ ജോഷുവ തോമസ് മാത്യു ഉണ്ട്. 18 വർഷങ്ങളിലേറെയായി UK-യിലാണ് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം ഉള്ളത്. അദ്ദേഹം സ്കോട്ട്ലാൻഡിൽ നിന്നാണ്. ഞാനും അദ്ദേഹം സംസാരിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ട്. എസ്പെഷ്യലി വിദേശ വിദ്യാഭ്യാസം, അവിടുത്തെ ജോലി തുടങ്ങിയ കാര്യങ്ങൾ. ഇന്റർനാഷണൽ സ്റ്റഡീസ് എങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. എൻ്റെ മോനും വലുതാവുമ്പോൾ അവരൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേരൻ്റാണ് ഞാൻ. അങ്ങനെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു പ്രാക്ടിക്കൽ ഗൈഡൻസ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കാനാണ് അദ്ദേഹവുമായിട്ട് പ്രധാനമായി നമ്മളിങ്ങനെ ഒരു കോൺവെർസേഷൻ എടുക്കുന്നത്. അപ്പോൾ ശ്രീ ജോഷുവ തോമസ് മാത്യു, യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് യുവർ സെൽഫ്. അങ്ങയെക്കുറിച്ച് കൂടി ഒരു ഇൻട്രോ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. Thank you very much, Rahul Ishwar. Thank you very much for the opportunity. And Rahul Ishwariന്റെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കേരളത്തിലെ ലോകമെമ്പാടുള്ള മലയാളികൾക്ക് രാഹുൽ ഈശ്വർ എന്ന് അറിയാം. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഞാൻ നമ്മുടെ ഒരു സെഷനിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഇസ് ലോട്ട് ഓഫ് വൈഡ് സ്പ്രെഡ് മിസ്ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ. ഇത് ആരുടെയും കുറ്റമല്ല. ദർ ആർ ബിക്കോസ് ഓഫ് ദ കറണ്ട് സിനാരിയോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ജോഷുവ തോമസ് മാത്യു. ഞാൻ ബ്രിട്ടീഷ് കൗൺസിൽ സർട്ടിഫൈഡ് ഒരു സ്റ്റുഡൻറ്റ് ഏജൻ്റാണ്. മോറോവർ എൻ്റെ ഫേം NHS എത്തിക്കൽ റിക്രൂട്ടർ ലിസ്റ്റിലുള്ളതുമാണ്. Apart from that, I'm an authorized agent for MBBS studies in Georgia as well. But there are a couple of things we have. So അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഈ നമ്മൾ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് അതിൻ്റെ ഹിസ്റ്ററിയും കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നിന്ന് പ്രീ ഇൻഡിപെൻഡൻസ് ടൈമിൽ തിരുവിതാംകൂറിൽ നിന്ന് വളരെയധികം ആൾക്കാർ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ വന്നിരുന്നു. ആ പഠിക്കാൻ വന്നിരുന്ന നമ്പേഴ്സ് വർ വെരി ലിമിറ്റഡ്, ലൈക്ക് 50ക്ക് താഴെയായിരുന്നു. ബാരിസ്റ്റർ ട്രെയിനിങ് അല്ലെ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഇങ്ങനെ ട്രെയിനിങ്ങിന് വേണ്ടിയാണ് വന്നിരുന്നത്. ഈ വരുന്ന ആൾക്കാരിലെ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിലെ എലീറ്റ് ക്ലാസ് ആയിരുന്നു. രാജകുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം ഗാന്ധി പോലും ഈ വാസ് എൻ എലീറ്റ് ക്ലാസ്, പണ്ഡിറ്റ് നെഹ്റു വാസ് എൻ എലീറ്റ് ക്ലാസ്. അങ്ങനെയുള്ള ആൾക്കാരാണ് പഠിക്കാൻ വന്നിരുന്നത്. ബാബാ സാഹേബ് അംബേദ്കർ മാത്രമേ ഉള്ളായിരിക്കാം ഒരു എലീറ്റ് ക്ലാസ്സിൽ നിന്ന് വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന്, അത് കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് യമൻ, ഇറാഖ്, സിറിയ പോലെ രാജ്യങ്ങളിൽ പോയി പഠിച്ചിരുന്നു. അവർ പോയി പഠിച്ചിരുന്നതും ഒന്നീ അറബിക് പഠിക്കാനല്ല സിറിയക്ക് പഠിക്കാൻ. ബട്ട് ദേ ഡിഡ്ന്റ് ഗോ. അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടി പോയ ആൾക്കാരില്ല. ദേ ആർ ഗോയിങ് ടു ലേൺ ദിസ് ലാംഗ്വേജ് ആൻഡ് ദേ വിൽ ബി കമ്മിങ് ബാക്ക്. എസ്പെഷ്യലി ഫ്രം സിറിയൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒത്തിരി അച്ഛന്മാർ പോയിരുന്നു, ജാക്കബൈറ്റ് ചേർച്ചസിൽ നിന്നൊക്കെ പോയിരുന്നു. അതാണ് 1950 പ്രീ ഇൻഡിപെൻഡൻസ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് 1950s ശേഷം കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി പല ഡോക്ടേഴ്സും പോകാൻ തുടങ്ങി. FRCP, FRCS, ദെൻ മാസ്റ്റേഴ്സ് ഇൻ സർജറി ഒക്കെ പഠിക്കാൻ വേണ്ടി. NHS UK-യിൽ രൂപീകൃതമാകുന്നത് പോസ്റ്റ് വേൾഡ് വാറിന് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് NHS രൂപീകരിക്കുന്നത്. ആ സമയത്ത് വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പഠിക്കാൻ ഇവിടെ വന്നു. അവർ പഠിച്ചു നല്ലതായിട്ട്, അവർ എക്സ്പീരിയൻസ് ഉണ്ടാക്കി. ചില ആൾക്കാർ ഇവിടെ നിന്നു, ചില ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു കാലത്ത് നമ്മളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അറിയാം, ഡോക്ടർമാർ MBBS, MS പ്ലസ് FRCS, FRCP, UK എന്നൊരു ബ്രാക്കറ്റ് കാണും. അത് ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ കാണത്തുള്ളൂ. ബട്ട് ദേ ഹാഡ് ഭയങ്കര മാർക്കറ്റ് ആയിരുന്നു അവർക്ക്. അവരുടെ അപ്രോച്ചിലും അവരുടെ നമ്മളോടുള്ള ഇടപെടലിലൊക്കെ അവർക്ക് ഒരു പോർഷനസ് ഉണ്ടായിരുന്നു. അവരുടെ വേറെ രീതിയായിരുന്നു. ഐ എം നോട്ട് കമ്പയറിങ് ഹൗ ദേ ബിഹേവ് എന്നുള്ളതല്ല, ബട്ട് ദേ വർ ടോട്ടലി ഡിഫറെൻറ്റ്. ബട്ട് 1970s ആൻഡ് 1980s നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായി. അതായത് ഗൾഫ് ബൂം. നിരവധി ആൾക്കാർ, മധ്യവർഗത്തിലുള്ള ആൾക്കാർ ഗൾഫിലേക്ക് പോവുകയും അതുകൊണ്ട് ഫൈനാൻഷ്യലായിട്ട് ഒരു വിഭാഗം വളരാൻ തുടങ്ങി, മിഡിൽ ക്ലാസ് വളരാൻ തുടങ്ങി. അത് അവിടുത്തെ മക്കളുകൾ വെളി പഠിക്കാൻ തുടങ്ങി, യൂറോപ്പിൽ പോകാൻ തുടങ്ങി, അമേരിക്കയിൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ദ നമ്പേഴ്സ് വർ വെരി ലിമിറ്റഡ്. ബട്ട് ഇൻ 1990s നമ്മുടെ ഹോൾ ഇന്ത്യൻ സിറ്റുവേഷൻ സിനാരിയോ ചേഞ്ച് ചെയ്യുക. ആഫ്റ്റർ ദ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, മൻമോഹൻ സിംഗിൻ്റെ പോളിസി വന്നപ്പോൾ തന്നെ ഒരു മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ പറഞ്ഞാൽ ഇറ്റ്സ് വൈഡൻഡ്, ബിക്കം ബിഗ്. സോ ആസ്പിറേഷൻസ് ചേഞ്ച്ഡ്. അപ്പം പഠിക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് നമുക്ക് ഒരു ദിശാബോധം തന്ന ആൾക്കാർ, പല ആൾക്കാരും ദേ ആർ ഓൾ ഇന്റർനാഷണലി ട്രെയിൻഡ്. ഇപ്പം ഗാന്ധി പോലും ഇന്റർനാഷണൽ അതുകൊണ്ടാണ് മാറിയത്. അപ്പം ഒരു എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാർ. ഈവൻ ഇവിടെ പഠിക്കുമ്പോൾ പോലും ഇന്ത്യൻസ് ആർ വെരി കീൻ ഓൺ ദ ചിൽഡ്രൻ.
പുഷി പേരൻസ് വേണേൽ കളിയാക്കി വിളിക്കും. ദേ വെരി കീൻ. അപ്പം നമ്മൾ നല്ല എഡ്യൂക്കേഷൻ ആർക്ക് കിട്ടും? സിമ്പിൾ, നമ്മുടെ ഇപ്പം ലിവിങ് ഏറ്റവും എക്സാമ്പിളാണ് ശശി തരൂർ. ശശി തരൂരിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു കാര്യം അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആൻഡ് ഹിസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാണ് ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു ആസ്പിറേഷനായിട്ട് ശശി തരൂർ നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പം ഈ ഈ പ്രൈവറ്റൈസേഷൻ ഗ്ലോബൽ, അതായത് LPG റിഫോംസ്, മൻമോഹൻ സിംഗ് റിഫോംസ് കഴിഞ്ഞ് കുറേ ആൾക്കാർക്ക് കാശ് വന്നതിന് ശേഷം ദേ സ്റ്റാർട്ടഡ് ഗോയിങ്. ഇവരെല്ലാം പൊക്കോണ്ടിരുന്നപ്പോൾ UK പഠിക്കാൻ വന്നത് അല്ലെങ്കിൽ റഷ്യയിൽ പഠിക്കാൻ പോയത്, ഇവരെല്ലാവരുടെയും പൊക്കോണ്ടിരുന്ന നല്ല യൂണിവേഴ്സിറ്റീസിലും നല്ല കോളേജിലൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ദാറ്റ് കൊമേഴ്ഷ്യലൈസേഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ നല്ല യൂണിവേഴ്സിറ്റീസിൽ പോകാൻ പറ്റാതെ കിട്ടുന്ന യൂണിവേഴ്സിറ്റികളിൽ ആൾക്കാർ തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രാജുവൽ ഡിക്ലൈൻ ഉണ്ടായി. ആ ഗ്രാജുവൽ ഡിക്ലൈൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സാർ, രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ് പോകുന്നവർ പലപ്പോഴും അവിടെ സിറ്റിസൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളില്ല, തിരിച്ചു വരാൻ വേണ്ടിയാണ് പോകുന്നത്. എന്നാൽ UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ബെറ്റർ ലിവിങ് സ്റ്റൈൽ, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ഒരു പക്ഷേ സെറ്റിൽ ചെയ്യാനുള്ള അവസരം, ഇങ്ങനെ ഒരുപാട് കാര്യം ചിന്തിച്ചാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന ചലഞ്ച്, ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള സംശയം, ഇപ്പം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ സ്റ്റഡി, ഒരുപാട് പേർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ആ തിരിച്ചു വരുന്നത് 20, 30, 40 ലക്ഷം രൂപ ലോൺ എടുത്ത് അവിടെ പോയി പഠിച്ച് അവിടെ വേണ്ടത്ര അവസരങ്ങളില്ലാതെ തിരിച്ചു വരുന്നതാണ്. അപ്പം ഡു വി റിയലി ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ദെയർ? അതായത് ഓപ്പർച്യൂണിറ്റീസ് ടു ഈദർ വർക്ക് ഫോർ സം ടൈം, സെറ്റിൽ, അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് പ്രത്യേകിച്ച് വെസ്റ്റിൽ കുറയുന്നുണ്ടോ? രാഹുൽ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായതാണ്. ഈ ചോദ്യം ഈ കാലഘട്ടത്തിലെ പ്രസക്തമായ ഒരു ചോദ്യമാണ് രാഹുൽ ചോദിക്കുന്നത്. പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൂടാണ്, ഐ എം സീയിങ് ലോട്ട് ഓഫ് നമുക്ക് ജോബ് പ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട് കരിക്കുലം വീറ്റാസ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഈ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാവിയേറ്റ് പറയാൻ മറന്നുപോയി. ഐ എം നോട്ട് ട്രൈങ് ടു ബ്രഷ് എവറിബഡി, ഐ എം നോട്ട് ട്രൈങ് ടു പെയിന്റ് എവറിബഡി വിത്ത് ദ സെയിം ബ്രഷ്. മെജോറിറ്റി ആൾക്കാരിൽ എന്താണ് കണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, ചില ആൾക്കാർ എക്സെപ്ഷൻസ് കാണും, പക്ഷെ മെജോറിറ്റി ആൾക്കാരിൽ കണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പഠിക്കാൻ വന്ന കോഴ്സുകൾ പലതും, ഫോർ ഇൻസ്റ്റൻസ് MBA കോഴ്സിന് നമ്മുടെ നാട്ടിൽ 2 ഇയർ കോഴ്സാണ്. പക്ഷേ UK വേണേൽ 12 മന്ത്സ് കൊണ്ടോ അല്ല 16 മന്ത്സ് കൊണ്ടോ ഫിനിഷ് ചെയ്യാൻ പറ്റും. അവരിത് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം നാട്ടിൽ ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് കിട്ടാൻ ദർ ആർ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. കാരണം ഓൾ ഇന്ത്യ AIU വോണ്ട് അക്സെപ്റ്റ് ദാറ്റ്. പല പിള്ളേർക്കും ഇത് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദ ഏജൻസ് ഹു ആർ റിക്രൂട്ടിങ് ദം, ദേ ആർ നോട്ട് എക്സ്പ്ലെയിൻ, പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതാണ് പല ആൾക്കാരും വരുന്നത്. അപ്പം ആരും അത് ചിന്തിക്കുന്നില്ല. ഇനി ഒരു കുട്ടി പുതുതായിട്ട് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു കുട്ടി പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ 5 കാര്യം പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. നമ്പർ 1, ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്? ആ കോഴ്സ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പഠിക്കുമോ, തമിഴ്നാട്ടിൽ ചെയ്യാൻ പഠിക്കുമോ, കർണാടക ചെയ്യാൻ പഠിക്കുമോ, ഡൽഹി ചെയ്യാൻ പഠിക്കുമോ എന്ന് ചിന്തിക്കണം. പിന്നെ അതോ വിദേശത്ത് പഠിക്കാനാണോ? ആ വിദേശത്ത് പഠിക്കാനാണെങ്കിൽ ആ കോഴ്സ് ഫീസ് എത്ര ആയിരിക്കും എന്നുകൂടെ ചിന്തിക്കണം. നാട്ടിൽ ഫ്രീ ആയിട്ട് പഠിക്കാം, ഇനി അവിടെ പോയി പഠിച്ചാൽ അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമതായി, എല്ലാവരും കോഴ്സ് ഫീസ് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. രണ്ടാമതായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ലിവിങ് എക്സ്പെൻസ്. നമ്മളിപ്പം ജീവിക്കുന്ന പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനാരിയോ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇസ് വെരി ഹൈ. യൂറോപ്പിൽ, ഇന്ത്യയിലും എല്ലാം കോസ്റ്റ് ഓഫ് ലിവിങ് വെരി ഹൈ ആണ്. അപ്പോൾ പോകുന്നതിന് ആ എക്സ്പെൻസ് കൂടെ നമ്മൾ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നെവർ എവർ ഇമ്പൾസീവായിട്ട് ഈ ഡിസിഷൻ എടുക്കരുത്. അല്ലെങ്കിൽ കീപ്പ് അപ്പ് വിത്ത് ദ ജോൺസ് എന്ന് പറയും. നമ്മുടെ അപ്പുറത്ത് ഒരാൾ പോയി വിദേശത്ത് പഠിക്കാൻ പോയി, നമ്മൾ ഒരിക്കലും അത് തീരുമാനം എടുക്കരുത്. അത് കണ്ടുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ, വി വിൽ ബി ഇൻ എ മാസീവ് ഡെപ്റ്റ് തിരിച്ചു വരുമ്പോൾ തന്നെ. നാലാമത്തെ കാര്യം, അവിടുത്തെ ആ ചോദ്യമേ അവിടെ, അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വളരെ തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നല്ലൊരു ശതമാനം ആൾക്കാരും വിദേശത്ത് പോകുന്നത്. ഈ നാട് മടുത്തു, ഈ നാട് വിട്ടാലേ രക്ഷപ്പെടൂ എന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് പലരും പോകുന്നത്. ഇതിലെ ഇഷ്യൂ എന്ന് പറയുന്നത് സാർ, റിയലിസ്റ്റിക്കലി നമ്മുടെ നാട് ഫേസ് ചെയ്യുന്ന ചലഞ്ച്, അങ്ങനെയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഫുള്ളൊരു പെർസ്പെക്റ്റീവ് കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ വലിയൊരു ശതമാനം കുട്ടികൾ 20 lakhs, 30 lakhs, 40 lakhs കടത്തോടു കൂടി തിരിച്ചു വരികയാണ്. ഈ കടം അവന്റെ അടുത്ത വർക്കിംഗ് ഇയേഴ്സിലെ 20 വർഷം വർക്ക് ചെയ്താലാണ് വീട്ടാൻ പറ്റുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നൊരു സംശയം പലർക്കും സ്ട്രോങ് ആയി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് താങ്കൾ എന്തായിരിക്കും പറയുക? ഇത് വേർത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആസ്പിറേഷൻസ് ഉണ്ട്.
നമ്മുടെ ഒരു നാടിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വരാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും വിദേശത്ത് പോയാൽ സാധിക്കുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 1990s സിനിമകൾ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അല്ലെങ്കിൽ ഓൾഡ് ട്രാഫഡിൽ ഷാറുഖ് ഖാൻ കൈ പൊക്കി നിൽക്കുക. എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അത്. മിത്തുവ എന്നുള്ള പാട്ട് ഓൾഡ് ട്രാഫഡിൽ ഇങ്ങനെ കൈ പൊക്കി ഷാറുഖ് ഖാൻ നിൽക്കുക. അപ്പം നമ്മൾ കാണുമ്പോൾ ദൈവമേ അവിടെ ഒന്ന് ചെല്ലണേ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഒരു പുതിയ സാധനം. ഇപ്പൊ സിനിമ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ആൻഡ് റീൽസ് ഇത് വരുമ്പോൾ ദേ ഗെറ്റ് ഇൻസ്പയർഡ്. ഇവിടെ എല്ലാം നമ്മുടെ സ്കോട്ടിഷ് എക്സ്പ്രഷൻ ഹങ്കി ഡോറി എന്ന് പറയും. ഇവിടെ എല്ലാം സൂപ്പറാന്നുള്ള ഒരു കുഴപ്പമില്ല, ഇവിടെ എല്ലാം തേനും പാലുമാണ് ഒഴുകുന്നത് വരും. പക്ഷെങ്കിൽ നമ്മുടെ ആസ്പിറേഷൻസ് നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇന്ത്യ വിടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ആ കോഴ്സ് ചെയ്താൽ ഒരിക്കലും PR ചിന്തിച്ചുകൊണ്ട് വരരുത്. കാരണം ദ സൺ ഓഫ് ദ സോയിൽ വാദം ലോകമെമ്പാട് ശക്തിപ്പെടുകയാണ്. അതായത് സൺ ഓഫ് ഇവിടുത്തെ ജോലികൾ മണ്ണിന്റെ മക്കൾ വാദം വെരി ഇമ്പോർട്ടന്റ്. മണ്ണിന്റെ വക്കൽ വാദമാണ് ശക്തമായി വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടുത്തെ ആൾക്കാർക്കും ജോലി കിട്ടണമല്ലോ. ഒരു പരിധിക്കപ്പുറം അവരെ കുറ്റം പറയാനും കഴിയില്ല. ആ നാട്ടിൽ മൈഗ്രേഷൻ ഇസ് വെരി ഗുഡ്. മൈഗ്രേഷൻ ഉണ്ടായാൽ മാത്രം ഇപ്പം നമ്മൾ മൈഗ്രേഷൻ ഈ സാമൂഹിക ഇന്ത്യ നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ മൈഗ്രേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മൈഗ്രേഷന്റെ നമ്പേഴ്സ് വളരെ റാപ്പിഡായിട്ട് കൂടുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു നാട്ടിലെ ആൾക്കാർക്ക് ഒരു ഇൻസെക്യൂരിറ്റി വരും. അപ്പൊ അവരതിനെ ചാലഞ്ച് ചെയ്യും. അപ്പം പഠിക്കാൻ പോകുമ്പോൾ രാഹുലിന്റെ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ, പഠിക്കാൻ പോകുമ്പോൾ ആദ്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കോഴ്സ് കൊണ്ട് നാട്ടിൽ വന്നാൽ ഇത് നമ്മളെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ചിന്തിക്കണം. രണ്ടാമത്, ഇവിടെ പഠിക്കാൻ വരുന്ന പല പിള്ളേരിലും കണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോമിങ് ദെയർ ഓൺ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് പോലെ കാരണം അവര് തെറ്റെന്നല്ല പറയുന്നത് കേട്ടോ. നമ്മളെപ്പോഴും റൂട്ട്സിനെ നമ്മൾ ബഹുമാനിക്കണം. മലയാളി അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ദേ ആർ നോട്ട് ഏബിൾ ടു എക്സ്പോസ്. ഇപ്പം ഞാൻ 3-4 യൂണിവേഴ്സിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പല ഇന്ത്യൻ സിനിമയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളപ്പോൾ പോളിഷ് സിനിമകളെ കുറിച്ച് ചോദിക്കും, നമ്മൾ ലത്വിയൻ സിനിമകളെ കുറിച്ച് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള എക്സ്പോഷേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല പല ആൾക്കാരും. ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്ന ആ യൂണിവേഴ്സിറ്റിയിൽ പഠനം മാത്രമല്ല ചിന്തിക്കേണ്ടത്. ദർ ആർ മെനി അതർ ഓർഗനൈസേഷൻസ്. ആ ഓർഗനൈസേഷൻസിൽ നമ്മൾ വോളണ്ടറി പോയിട്ട് നമ്മൾ എക്സ്പോഷർ ഗെയിൻ ചെയ്യണം. ഈ എക്സ്പോഷർ ഗെയിൻ ചെയ്തിട്ട് വന്നതിന് ശേഷം നമുക്ക് നാട്ടിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ എനിക്കൊന്ന് ഒരു ഉദാഹരണം തോന്നുന്നു. സം ബൺ ഇല്ലേ, മസ്ക ബണ്ണോ, ഐ തിങ്ക് ദേ കെയിം ബാക്ക് ടു ഇന്ത്യ ആൻഡ് ദേ സ്റ്റാർട്ടഡ്. ചില ആൾക്കാർ ഇപ്പം അത് പ്രിൻസിപ്പിളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ UK അല്ലെങ്കിൽ USA അല്ലെങ്കിൽ ജർമ്മനി, ഓസ്ട്രേലിയ എവിടെ പഠിക്കാൻ പോയാലും പഠനത്തോടൊപ്പം തന്നെ ട്രൈ ടു ലേൺ കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പോഷറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആയിരിക്കും, ചിലപ്പം ഹെൽത്ത് കെയറിലായിരിക്കും. അത് നാട്ടിൽ പല കാര്യങ്ങളിലും ലെറ്റ് us be honest, ഇത് കേൾക്കുന്നവരും നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് പല കാര്യങ്ങളിലും വെസ്റ്റേൺ നേഷൻസ്. വി ഹാവ് ടു ഇംബൈബ് ദ ബെസ്റ്റ് ഫ്രം ദം. നമ്മൾ ഇതിനോട് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പല യാർഡ് സ്റ്റിക്സിലും, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലാകട്ടെ, ഡെവലപ്മെന്റിലാകട്ടെ, ഇൻഫ്രാസ്ട്രക്ചറിലാകട്ടെ, വെസ്റ്റേൺ നേഷൻസിൽ നിന്ന് നമ്മൾ എടുത്തു പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സോ യു ഹാവ് ടു ഇംബൈബ് ദ ബെസ്റ്റ്. അപ്പൊ 1-2 കാര്യങ്ങളും കൂടെ അങ്ങോട്ട് അറിയാനുള്ളത്. അപ്പൊ അതായത് ശരിക്കും ഒരു കോർ പേരന്റിന്റെ വിഹ്വലത അല്ലെങ്കിൽ പേടി തുടങ്ങിയ കാര്യങ്ങൾ, അതായത് അവർക്ക് ഓൺ എ മിനിമം 15 to 20 lakhs എങ്കിലും ചെലവാകുന്നു. അക്കോർഡിംഗ് ടു കോഴ്സ് ഡിപ്പെൻഡ്സ് അപ് ടു 30 or 40 lakhs. ഈ 15 to 40 lakh റേഞ്ചിലാണ് പലപ്പോഴും ആകുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, വേണ്ട രീതിയിൽ പാർട്ട് ടൈം ജോലി കിട്ടുമോ? സെക്കൻഡ്, തിരിച്ചു വരാൻ ഓപ്ഷൻ ഡെഫിനറ്റ്ലി യെസ്, അങ്ങനെ ആഗ്രഹമുള്ളവർ കാണാം. അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടാൻ ഭാവിയിൽ ചാൻസ് കുറയുകയാണോ? ഈസ് ഇറ്റ് പ്രോഗ്രസീവ്ലി ബിക്കമിങ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ജോബ്സ് ദേർ? ഇത് പല ലേയേഴ്സ് ഉണ്ട് ഈ രാഹുലിന്റെ ക്വസ്റ്റ്യന്. കോഴ്സ് ഫീസ്, യെസ്, ഒരു ക്വാളിറ്റി ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇറ്റ് കംസ് വിത്ത് എ കോസ്റ്റ്. ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കും. സ്കോളർഷിപ്പാണ്. എത്ര പേർക്ക് സ്കോളർഷിപ്പ് കിട്ടത്തില്ല. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 7 lakhs, അതായത് 7,000 പൗണ്ടോളം രൂപ കുറച്ച് ഫീസിന് വേണ്ടി ഓഫേഴ്സ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ ഏജൻസി എന്നുള്ള നിലയിൽ നമുക്ക് പല യൂണിവേഴ്സിറ്റീസും നമുക്ക് മെസ്സേജസ് വരും, അല്ലെങ്കിൽ മെയിൽ അവർ സെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഇത്ര സ്റ്റുഡൻസിനെ തരുക, ഞങ്ങൾ ഇത്ര % കമ്മീഷൻ തരാമെന്ന് പറയും. ചില യൂണിവേഴ്സിറ്റിയിലൊന്നും പർപ്പസ്ലി ഞാൻ സ്വേ വിത്ത് ഗോഡ് ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ടുമോറോ ആ പിള്ളേർക്ക് ദേ വോണ്ട് ഗെറ്റ് എ ജോബ്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, എനിക്കതറിയാം. വി വോണ്ട് ഡു ദാറ്റ്.
അപ്പം ഒന്ന് ഫിനാൻഷ്യൽ ബർഡൻ, രാഹുൽ ഈശ്വറിന്റെ ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ബർഡൻ. സെക്കൻഡ്ലി, സോറി, 3 ലെയർ ഉണ്ടായിരുന്നു ആ രാഹുലിന്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ലെയർ ഞാൻ വിട്ടുപോയി. പാർട്ട് ടൈം ജോബ്സ്. ആ പാർട്ട് ടൈം ജോബ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പല പിള്ളേരും അത് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ ഒരു തൊഴിൽ, ഗാന്ധിയുടെ, ഞാൻ പഠിച്ച സമയത്ത് ഗാന്ധിയുടെ ഒരു എല്ലാ ജോലിയും നല്ലതാന്ന് പറഞ്ഞ് ഗാന്ധിയുടെ ഒരു ഹിന്ദിയിലൊരു ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ബർഗർ കിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സിലായിരിക്കാം, ചിലപ്പം കെയർ ഹോമിലായിരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യത ഉണ്ട്. അങ്ങനെ മൈൻഡ് ഉള്ളവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടും. ഇനി രാഹുൽ ഈശ്വറിന്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ പറയാൻ, ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ ജോലികളുണ്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ചെയ്യാത്തത്. ഉദാഹരണത്തിന് മേക്കപ്പ്, അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സിങ്, അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ നാട്ടിൽ നിന്നേ കുറച്ച് അങ്ങനെയുള്ള കുറേ കോഴ്സുകളുണ്ട്. അത് നമ്മൾ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം ഏതൊക്കെ കോഴ്സുകളാണ് ഇൻ ഡെപ്ത് ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള കോഴ്സുകളിൽ നമ്മൾ നാട്ടിൽ നിന്ന് സിമ്പിളായിട്ട് പറയാം, പൊറോട്ട മേക്കിംഗ്, നല്ല പൊറോട്ട ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്ക് they can make, ആരുടെയും കൊണ്ടോ എനിക്ക് പൊറോട്ട മേക്ക് അറിയാം, റെസ്റ്റോറൻറ്റ്സ് വിൽ ടേക്ക് യു ആൻഡ് ദേ വിൽ ഗിവ് യു പാർട്ട് ടൈം നല്ല ജോലി കിട്ടും. അങ്ങനെയുള്ള സ്കില്ലൂടെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാർട്ട് ടൈം ജോലി പോലെ. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യമേ, അതായത് ഒരു പേരന്റ് വിടുമ്പോ ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ സൈഡ് ജോബ്സ് എല്ലാം വേണം, അതിലൂടെ ഒരു സസ്റ്റനൻസും സർവൈവലും നോക്കാം. പക്ഷെ ഇവർ നോക്കുന്ന ഒരു പ്രധാന കാര്യം, ഇപ്പൊ MBA പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ജോബിന്റെ പോസിബിലിറ്റി ഉണ്ടോ, അതോ കുറയുകയാണോ അവിടെ? പോസിബിലിറ്റീസ് കുറയാണ്. എപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മളൊരു ഹൈസ്കൂളിന്റെ ജോബിന് പോകുമ്പോൾ വി ആർ കോമ്പറ്റീങ് വിത്ത് മൾട്ടിനാഷണൽസ്. നമ്മൾ ലോകമെമ്പാടുമുള്ള ആൾക്കാരുമായിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് ഇന്ത്യക്കാരനാണോ, ദേ ആർ ലുക്കിംഗ് ഫോർ ദ ക്വാളിറ്റി. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഓൺ CVs ഞാൻ പറയാം. കരിക്കുലം വീറ്റ കണ്ടതിൽ വെച്ച് പറയാം. ഒരു കുട്ടിയുടെ, ഇന്ത്യയിൽ നിന്ന് വന്നൊരു കുട്ടിയുടെ കരിക്കുലം വീറ്റ കണ്ട്. ആ കരിക്കുലം വീറ്റ വാസ് സൂപ്പർബിളി എക്സെപ്ഷണൽ. എന്നാൽ ഒന്ന്, പഠിക്കാൻ വന്ന കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ എക്സ്പോഷേഴ്സ് ഉണ്ടല്ലോ, പ്ലേസ്മെന്റ്, അത് ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, UK ഒരു ക്വാളിറ്റി ജേണലിൽ അവരുടെ സ്റ്റഡി, അവരുടെ പേര് വെച്ച് വന്നേക്കുന്നു. രണ്ട്, അവരുടെ ആ CV തന്നെ കാണണം. അത് കണ്ടപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 18 years UK ഐ വാസ് സോ ഇംപ്രസ്ഡ് ആയ വേറെ ഒന്നുമില്ല, ഈ കുട്ടികൾ എന്ത് സ്മാർട്ടാണ്, ഹൗ ദേ ആർ. ഇപ്പൊ എൻ്റെ സ്റ്റാർട്ടിങ് കരിയറിലൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഹൗ വെൽ ഇൻഫോംഡ്, എത്ര മെറ്റിക്കുലസ്ലായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അപ്പം രാഹുൽ ഈശ്വർ ചോദിച്ച പോലെ MBക്ക് ജോലി കിട്ടുമോ? കിട്ടും. നമ്പർ 1, ക്വാളിറ്റി യൂണിവേഴ്സിറ്റീസ്. സെക്കൻഡ്ലി, ഇപ്പോൾ ലോസ് വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ലൈക്ക് certain ലോസ് എന്ന് പറഞ്ഞാൽ ചില ജോബുകൾക്ക് മാത്രമേ, ഐ എം നോട്ട് സ്പീക്കിംഗ് ഓൺലി അബൌട്ട് UK, ഇൻ ജനറൽ ആണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ കുട്ടിക്ക് തന്നെയാണെങ്കിൽ ഐ തിങ്ക് ഷീ ഈസ് ഗോയിങ് ടു സിംഗപ്പൂർ വിത്ത് യൂസിങ് ദ UK ഡിഗ്രി വെച്ചുകൊണ്ട് ഷീ ഈസ് അപ്ലൈയിങ് ദർ. ഇത് ഫൈനൽ പ്രോസസ്സിലാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പഠിച്ചു ചെയ്യാൻ പോകുന്നത്. അപ്പം UK എല്ലാവരും നോക്കുന്നത്, ഷീ ഈസ് ഗെറ്റിംഗ് എ വെൽ പെയ്ഡ് ജോബ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഷീ ഡിഡ് ഇറ്റ് വെരി വെൽ. അവിടെ ജേർണൽസിൽ വന്നിട്ടുണ്ട്, റിസർച്ചിലെല്ലാം വന്നിട്ടുണ്ട്, അവിടെ പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാലറി ക്രൈറ്റീരിയ മസ്റ്റാണ്. ഹയർ എൻഡ് ചില ജോലികൾക്ക്, ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിളാണ്, ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ജോലികൾ ഇവർക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടാനില്ല. അപ്പം ജോബ് ലിസ്റ്റുകൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു സിംഗിൾ വേർഡിൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പിൻ പോയിന്റ് ചെയ്ത് നമുക്ക് പറയൽ ഈസി അല്ല. ബട്ട് ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ വെൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എക്സ്പോഷർ ടു ദ ഗ്ലോബൽ മാർക്കറ്റ്. ഇന്ത്യയിൽ ഇവിടെ എസ്പെഷ്യലി UK US എഡ്യൂക്കേഷൻ ഈസ് വാല്യൂഡ് എവരിവെയർ. ഒരു വാല്യൂ, അതിന്റെ ഒരു റെസ്പെക്ട്, കാര്യങ്ങൾ, എക്സ്പോഷർ, അലൂമിനൈ നെറ്റ്വർക്ക് യു ഹാവ്, ക്രോസ് കൾച്ചറൽ എക്സ്പീരിയൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. രാഹുൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ പേരൻസ് ഓർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഹൗ മച്ച് ദേ ആർ അവെയർ. അലുമിനായ് എന്ന് പറഞ്ഞ സാധനം, നെറ്റ്വർക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ല അലുമിനൈസ് ഉണ്ട്. നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചാൽ അവിടുത്തെ പ്രൊഫസേഴ്സ് പല റിസർച്ചേഴ്സിലും നോബൽ സമ്മാനം കിട്ടിയ ഇതുണ്ട്. ഇനി
എന്തിനാ വേറെ പറയുന്നു, ഈ കോവിഡ് വാക്സിനേഷന്റെ റിസർച്ചിനകത്ത് പല മലയാളികളും ഉണ്ട്. ദേ ആർ നോട്ട് ഇൻ ദ ലൈം ലൈറ്റ്. പല മലയാളികളും ഇതിനകത്തുണ്ട്. ഇവിടെ പഠിക്കാൻ വന്ന പിള്ളേരാ. ഐ നോ ദം ബിക്കോസ് ഐ വാസ് ലിവിങ് ഇൻ കേംബ്രിഡ്ജ് വൺസ് അപ്പോൺ എ ടൈം, എ ലോങ് ടൈം ബാക്ക്. സോ ഞാൻ അവരെല്ലാം ഈ ഇതിന്റെ പാർട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് കുറെ ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അവർ ദേ ആർ ഓൾസോ പാർട്ട്. അപ്പം കമ്മിങ് ഇൻ ടു അതാണ് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുക എന്നുള്ളത്. പിന്നെ ഫിനാൻഷ്യൽ ബർഡൻ, ഇറ്റ് വിൽ ഹാവ് ഫിനാൻഷ്യൽ, അത് നമ്മളെങ്ങനെ കൗണ്ടർ ചെയ്യും? UK മാത്രം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജോലി എന്നുള്ള അതിനെങ്ങനെ ജയിക്കാൻ സാധിക്കും? നല്ല റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സെക്കൻഡ്ലി, ഞാൻ തന്നെ അപ്സ്കിൽ ചെയ്യൂ. നമ്മളും വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യില്ലേ? 2 കൊല്ലം മുന്നേ ഞാൻ MBAക്ക് പഠിക്കാൻ വന്നപ്പോൾ എൻ്റെ വൊക്കാബുലറി എങ്ങനെയായിരുന്നു, എൻ്റെ സ്പീക്കിംഗ് എങ്ങനെയായിരുന്നു, അത് 2 കൊല്ലം കഴിഞ്ഞ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇറ്റ് വോണ്ട്. അത് 90s പറ്റും, 80s പറ്റും. യു വോണ്ട് സർവൈവ്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഹൈലി ചലഞ്ചിങ്, എസ്പെഷ്യലി വൺ ഹാൻഡിൽ എയും കയറി വന്നുകൊണ്ടിരിക്കുക. വൈ ദേ ഷുഡ് നമ്മളെ നമ്മളെ എംപ്ലോയ് ചെയ്യണം? പിന്നെ UK ജോലി കിട്ടാൻ എപ്പോഴും സാധ്യത കൂടുതലുള്ളത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എല്ലാം മാത്രമാണ്. നേഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അങ്ങനെയൊക്കെയുള്ള ഏരിയസ്. ഡോക്ടേഴ്സ് ഈവൻ ദാറ്റ്സ് ഓൾസോ കോമ്പറ്റീഷൻ വരെ. ഇപ്പൊ പുതിയൊരു ലോ വന്നിട്ടുണ്ട് UK എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രിഫറൻസ് ഫോർ UK ട്രെയിൻഡ്, സെക്കൻഡ് യൂറോപ്പ്, തേർഡേ വരുന്നുള്ളൂ ഇന്ത്യൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നു. അപ്പം എല്ലായിടത്തും ചെക്സ് ആൻഡ് ബാലൻസ് ആർ കമ്മിങ്. അപ്പം വി ഷുഡ് ബി വളരെ ജുഡീഷ്യസ് ആയിട്ടും വളരെ മെറ്റിക്കുലസ് ആയിട്ടും പ്ലാനിങ് ചെയ്തെങ്കിൽ, പ്രോപ്പർ ഒരാളുടെ നിന്ന് ഗൈഡൻസ് എടുത്തില്ലെങ്കിൽ വിൽ ബി ഇൻ എ ട്രാപ്പ്. 15 to 20 lakhs ഇൻ എ ട്രാപ്പ് ആയിരിക്കും. ഒരിക്കലും നമ്മൾ വീണ്ടും ഹിസ്റ്ററിയിലേക്ക് പോകണം. നെഹ്റുവിൻ്റെയോ അല്ലെങ്കിൽ എമനി അറബിക്ക് പഠിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഇറാഖിലോ അല്ലെങ്കിൽ ഇറാനിൽ സിറിയക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെ ലക്ഷ്യം അവിടെ ജോലി കിട്ടി PR കിട്ടുക എന്നുള്ളതല്ല. അതാണ് ഈ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. ചേഞ്ച് ഉണ്ടായതിൻ്റെ ഈ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ആൻഡ് ഫേസ്ബുക്ക് റീൽസ്. തെറ്റെന്നല്ല, നമുക്ക് ആസ്പിറേഷൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ ആസ്പിറേഷൻസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിലും പ്രശാന്ത് കിഷോറിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പ്രശാന്ത് കിഷോർ പറഞ്ഞ സൗത്തിൽ ഒരു നേതാവ് പോലും 10 കൊല്ലത്തേക്കുള്ളിൽ വളർന്നിട്ടില്ല. കാരണം 10 കൊല്ലം സൗത്ത് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഹ്യൂമൻ ആസ്പിറേഷൻസ് ആർ ചേഞ്ചിങ്. ഇന്ന് ഫ്രീ കിട്ടിയത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആസ്പിറേഷൻ ചേഞ്ചിങ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആൾക്കാരുടെ ആസ്പിറേഷൻ ചെയ്യുന്ന ആ ആസ്പിറേഷൻസിനൊപ്പം വളരുന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഫ്ലെക്സിബിൾ. ആൻഡ് സെക്കൻഡ്ലി, ബിഫോർ ജമ്പിങ് ഇൻ ടു, നമ്മൾ ചാടുന്നതിന് മുമ്പേ നമ്മളൊന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം. നമുക്ക് AI കിട്ടും, പല കാര്യങ്ങൾ കിട്ടും, എസ്പെഷ്യലി ഇൻ യൂണിവേഴ്സിറ്റി. ദർ ആർ ലോട്ട് ഓഫ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ആ പ്രൈവറ്റ് നമുക്ക്, ഞാനൊരു ഏജൻ്റാണെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും ദേ ഡോണ്ട് ഹാവ് എനി ക്വാളിറ്റി. അത് നമുക്ക് റിഫ്ലക്ട് ചെയ്യും, അത് കാണുമ്പോൾ റിഫ്ലക്ട് ചെയ്യും. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റാങ്ക് ഉള്ള ഗുഡ് ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റി പോയി, മീൻസ് ഗുഡ് റാങ്ക് ഇല്ലാത്ത ഗുഡ് ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റി പോയി, ഇറ്റ്സ് എ ലോസ്, ഇറ്റ്സ് എ മിസ്. യു ആർ മിസ്സിംഗ് ദ ബസ് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ്ലി, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ തന്നെ നമ്മളൊരു MBA-കാരന്, കാരണം ഇനിയും ഈ നാട്ടിൽ പഠിച്ചിട്ട് ചെല്ലുമ്പോൾ തന്നെ വി ആർ ഓൾസോ കോമ്പറ്റിംഗ് വിത്ത് ലോക്കൽ MBA-കാരുമായിട്ട്. നമ്മൾ ലോക്കൽ MBA എന്ന് ഉദ്ദേശിച്ചത് നാട്ടിൽ പഠിച്ച വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇപ്പം IIM താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം SCMS ആണെന്ന് തോന്നുന്നു കേരളത്തിലെ നമ്പർ 1. SCMS ഉണ്ട്, രാജഗിരി SCMS. നമ്മൾ കോമ്പറ്റ് ചെയ്യുന്ന ദേ ആർ നല്ല പ്രൊഫഷണലായിട്ട് ആൾക്കാർ വരുവാണ്. ആൻഡ് സെക്കൻഡ്ലി നമ്മൾ അപ്സ്കിൽ ചെയ്ത് വന്നില്ലെങ്കിൽ യു വിൽ ബി ലെഫ്റ്റ് ഔട്ട്. മണി ഇസ് നോ അവിടെ. മണി UK പഠിച്ചോ, പേപ്പർ വാല്യൂ കാണത്തുള്ളൂ, ഇല്ല പേപ്പർ ഡിഗ്രിക്ക് വാല്യൂ കാണത്തുള്ളത്. ഈ പേപ്പർ ഇങ്ങനെ പൊക്കി കാണിക്കാൻ MBA ഒരു വാല്യൂയും കിട്ടത്തില്ല. പല റിച്ച് ആയിട്ടുള്ള എലീറ്റ് ക്ലാസ് പിള്ളേർ വന്ന് പഠിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്. ദേ ഓർ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോർ ദം ടു ഷോ ബ്രാൻഡ് ബിൽഡിങ്ങിന് വേണ്ടി മാത്രം ഞാൻ UK പഠിച്ചാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോമൺ മാൻ അല്ല, സാധാരണ ഇന്ന് ബഹുഭൂരിഷം കോമൺ ആണല്ലോ, സൂപ്പർ എലീറ്റ് ഹൗസ് ഹൈഫർ റിച്ച് ആൾക്കാരില്ലല്ലോ. അപ്പൊ അവര് എപ്പോഴും വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ they will be in a debt. Absolutely yes. And when we come to the end, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ജോഷുവ ജി very rightly articulated. See, the most important thing is continuous upskilling, upgrading, updating ourselves. ഇതിലൂടെ നമുക്കൊരു ക്വാളിറ്റി പ്രൊഫഷണലായി മാറുക എന്നുള്ളതാണ് പ്രൈമറി ഫോക്കസ്. ഓഫ് കോഴ്സ് ഫോറിൻ എഡ്യൂക്കേഷൻ നമ്മുടെ ബ്രാൻഡ് എൻഹാൻസ് ചെയ്യും, നമ്മുടെ പ്രൊഫൈൽ ആൻഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യും. പക്ഷേ വിദേശത്ത് പോയിട്ടും, ഞാൻ എനിക്ക് പേഴ്സണലി അറിയുന്നൊരു എക്സാമ്പിളാണ്, 2 വർഷം അവിടെ നിന്നിട്ട് തിരിച്ചു വന്നിട്ടും ഇംഗ്ലീഷ് തപ്പിയാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ഒരു കാരണവശാലും ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. രാഹുൽ,
സോറി ടു ഇന്ററപ്റ്റ് യു അഗെയിൻ. Please. ഐ പുട്ട് മൈ ഹാൻഡ്സ് അപ്പ്. 2 കൈയും ഉയർത്തിയിട്ട് ഞാൻ ഒരു കാര്യം പറയും. എന്താ പറയുക, ഞാൻ BA ഹിസ്റ്ററി കേരള യൂണിവേഴ്സിറ്റി പഠിച്ച. അവിടെ ഒരു പേപ്പർ ഉണ്ട്, ജെയിൻ എയർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പേപ്പർ, ഒരു ഇംഗ്ലീഷിലെ ഒരു നോവൽ ജെയിൻ എയറിന്റെ. അതിൻ്റെ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ചാർലറ്റ് ബ്രൗണ്ടെ എന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇറ്റ്സ് എ കോമൺ നെയിം, ഞാൻ ചാർലറ്റ് എന്ന് വിളിച്ചു. അപ്പം എന്നെ ഒരു തിരുത്തി, ഇറ്റ്സ് ഷാർലറ്റ്, നോട്ട് ചാർലറ്റ്. ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം പറഞ്ഞു ഞങ്ങൾ ചെവർലേ എന്നാ പറഞ്ഞു. നമുക്ക് ചെവർലയും ചാമ്പ്യനും ഒക്കെയാണ് പലപ്പോഴും. വി ഡോണ്ട് ഹാവ് ദാറ്റ് എക്സ്പോഷർ. അപ്പൊ നമ്മൾ എക്സ്പോഷർ ചേഞ്ച് ചെയ്താൽ നമ്മൾ വില്ലിംഗ് ആയിട്ട് പഠിക്കാൻ നമ്മൾ ലേണിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. It's not, അതില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതേപോലെ ടു സപ്ലിമെന്റ് യുവർ പോയിന്റ്, കണ്ടിന്യൂസ് ഒരുപാട് മൈക്രോ ക്രെഡൻഷ്യൽസിന്റെ കാലം കൂടെയാണ്. ദ കമ്മിങ് ഏജസ് ഓഫ് മൈക്രോ ക്രെഡൻഷ്യൽസ്, ഒരുപാട് കണ്ടിന്യൂസ് സർട്ടിഫിക്കേഷൻസ്, ഒരുപാട് കോസ്റ്റ് ഒന്നും ആവില്ല. കണ്ടിന്യൂസ്ലി ഇത് എടുത്തുകൊണ്ടിരിക്കുക, ഇതിലൂടെ അപ്സ്കിൽ ചെയ്യുക, ഇതിലൂടെ കണ്ടിന്യൂസ് ലേണിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുക. And I would like to end by saying thank you for the conversation. It's very important. ഫോറിൻ എക്സ്പോഷർ വളരെ നല്ലതാണ്, നിങ്ങളുടെ പ്രൊഫൈൽ പോർട്ട്ഫോളിയോ എൻഹാൻസ് ചെയ്യും. പക്ഷേ നിങ്ങൾ എൻഹാൻസ്ഡ് ആയി നമ്മുടെ കുട്ടികൾ ക്വാളിറ്റി ഉള്ള പ്രൊഫഷണൽസ് ആയാൽ മാത്രമേ ഫോറിൻ എഡ്യൂക്കേഷൻ്റെ കാര്യമുള്ളൂ. അതായത് 2 ഈക്വലി കോമ്പീറ്റന്റ് ആയ ഹൈ സ്കിൽഡ് ആയ 2 പേർ തമ്മിൽ ഒരു സെലക്ഷന്റെ ബയസ് അല്ലെങ്കിൽ സെലക്ഷന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വി വിൽ നാച്ചുറലി ലീനിങ് ടു ബി എ ഫോറിൻ എക്സ്പോഷർ പേഴ്സൺ, ബിക്കോസ് ഹി ഹാസ് സീൻ ദ വേൾഡ്, കുറെ കൂടെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്റർനാഷണൽ ലൂനെ നെറ്റ്വർക്ക്സ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടെ വേൾഡിന്റെ എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ ഫോറിൻ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് യുവർ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ, അവരുടെ എബിലിറ്റി, സ്കിൽ, ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത്. ഇല്ലെങ്കിൽ please don't end up having 15 to 40 lakhs debt and spoil their life. എനിവേ ശ്രീ ജോഷു അടക്കമുള്ള ഒരുപാട് എക്സ്പേർട്സ് ഈ മേഖലയിലുണ്ട്. എക്സ്പേർട്ട് ഗൈഡൻസ് ഈ രംഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾക്ക് ചെറിയൊരു പനി വന്നാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളുടെ അടുത്ത 30 വർഷത്തെ ലൈഫ് അറിയാതെയോ ഡിഫൈൻഡ് ആകുന്നത് അവരുടെ ഈ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ കാലഘട്ടങ്ങളിലാണ്. പലരും യാതൊരു ഫോക്കസും ഇല്ലാതെ എന്നാ കാനഡയിൽ പോവാം, എന്നാ ഇംഗ്ലണ്ടിൽ പോവാം, എന്നാ കിട്ടുന്ന അവസരങ്ങളിൽ പോവാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെയല്ല, ഫോറിൻ എഡ്യൂക്കേഷൻ നല്ലതാണ്. നേരത്തെ ശ്രീ ജോഷു പറഞ്ഞ പോലെ അത് എടുത്താൽ നാട്ടിൽ എന്താണ് നല്ല പോസിബിലിറ്റി എന്ന് ചിന്തിക്കുക. ഫോറിനിൽ കുറച്ച് ചലഞ്ചസ്, അവരുടേതായ രാജ്യങ്ങളുടെ ചലഞ്ചസ് ഉണ്ട്. മൈഗ്രേഷൻ, ഫാളിംഗ് യൂറോപ്യൻ ഫെർട്ടിലിറ്റി റേറ്റ്സ്, അവരുടെ ജനസംഖ്യ ഇൻസെക്യൂരിറ്റികൾ, ഇതടക്കമുള്ള പല കാര്യങ്ങളുണ്ട്. വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. നമ്മുടെ നാട് പോലെയാണ് അവരുടെ നാടുള്ളത്. അപ്പം വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഒരു ബാലൻസ് പൊസിഷൻ എടുക്കണം. സോ താങ്ക് യു സോ മച്ച് ജോഷുവ ഫോർ യുവർ കോൺവെർസേഷൻ. ഇത്തരം കോൺവെർസേഷൻസ് കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തടക്കം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം തിരുവിതാംകൂറിലെ പല വീടുകളും ഒഴിഞ്ഞിടക്കുകയാണ്. ആൾക്കാർ എങ്ങനെയെങ്കിലും വെളിയിലോട്ട് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ ട്രിവാൻഡ്രം ടു കൊച്ചി സൈഡിലെ പല, എസ്പെഷ്യലി സെൻട്രൽ ട്രാവൻകൂറിലെ വീടൊക്കെ വിദേശത്തിന്റെ ആഗ്രഹം കൊണ്ട് പോവുകയാണ്. ഇപ്പം കാനഡയൊക്കെ ഈ ഡങ്കി റൂട്ട്, നമ്മുടെ സിഖ് പഞ്ചാബ് അടക്കം ഈ ഡങ്കി റൂട്ട്സ് വഴി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ. അങ്ങനെയല്ല, ഇത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയല്ല, നമ്മൾക്ക് മെച്ചപ്പെടാനുള്ള ഒരു വഴിയാണ്. ഫോറിൻ എഡ്യൂക്കേഷൻ, വെദർ ഇറ്റ് ഈസ് UK, US or any other space, നമുക്ക് ഓടി രക്ഷപ്പെടാനോ എസ്കേപ്പിസം അല്ല, നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനും എൻഹാൻസ് ചെയ്യാനുള്ള ഒരു പാത്താണ്. സോ പീപ്പിൾ ലൈക്ക് ജോഷുവ, ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ്, അദ്ദേഹം അടക്കമുള്ളവരോട് കൂടുതൽ അറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. മേ യു ഗൈഡ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ടു എ ബെറ്റർ ഫ്യൂച്ചർ. One more caution. Sorry you concluded. One more caution. ഏതൊരു ഏജന്റ് പറയാ, I will give you show money. ഷോ മണി എന്നൊരു സാധനമുണ്ട്. നെവർ ഫോൾ ഇൻ ടു ദ ട്രാപ്പ്. ഷോ മണി ഇറ്റ്സ് നോട്ട് യുവർ മണി. നിങ്ങൾക്ക് ഫീസ് നിങ്ങൾ പേ ചെയ്യണം, ഷോ മണിയും പോവും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങളാണ് ഈ ഫീസ് പേ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഏതൊരു ഏജന്റ് പറയാണ് ഞാൻ ഉറപ്പായിട്ടും അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഡോണ്ട് ഫോളോ യു ട്രാപ്പ്. ഒരു യൂണിവേഴ്സിറ്റീസും അഷ്യൂർ ചെയ്യത്തില്ല. അപ്പം നല്ല ഗൈഡൻസിന് വേണമെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടാം. താങ്ക് യു വെരി മച്ച് രാഹുൽ. Definitely. All the best. God bless. Thank you, Joshua ji. Thank you very much. Nice talking to you. It's a privilege to talk to you. Thank you very much. Thanks for your help. Thank you.